ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് മെമ്പർ അണ്ടർ ആൽഗെ, ദാറ്റ് ഈസ് റോഡോഫൈസി. റോഡോഫൈസി എന്ന് പറയുന്നത് മറൈൻ ആയിട്ടുള്ള ആൽഗയാണ്. ഈ ആൽഗയുടെ പ്രത്യേകത റെഡ് ആൽഗെ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ കോറൽ റീഫ്സും ഇതിലൊക്കെ അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ആൽഗൽ ഗ്രൂപ്പാണ് റോഡോഫൈസിയ അല്ലെങ്കിൽ റെഡ് ആൽഗെ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെയർ കളർ, ബോഡി കളർ, താലസിൻ്റെ കളർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? റെഡ് കളേർഡ് ആയിരിക്കും. പിന്നെ താലസ് യൂണിസെല്ലുലാർ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും താലസിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പാരങ്കൈമാറ്റസ് ഫോംസ് കാണാൻ പറ്റും. നമ്മൾ മുന്നേ പഠിച്ച സർഗാസത്തിലാണ് ഒരു സ്യൂഡോ പാരങ്കൈമാറ്റസ്, ഒരു പാരങ്കൈമാറ്റസ് അപ്പിയറൻസ് കണ്ടിട്ടുള്ളത്. നൗ ദാറ്റ് ട്രെൻഡ് ക്യാൻ ബി seen in this group also. Parenchymatous, pseudo parenchymatous appearance of thallus may be seen in this group, and their body is red colored. Thallus is red colored due to the presence of two pigments. They are phycocyanin and phycoerythrin. ഇതാണ് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് എന്ന് പറയുന്നത്. നൗ നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദെയർ റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ജനറൽ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ഫ്ലോറിഡിയൻ സ്റ്റാർച്ചും അതേപോലെ തന്നെ ഫ്ലോറിഡോസൈഡ്സും ആണ്, പിന്നെ മാനോഗ്ലിസറേറ്റ്സും ആണ് ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി സെൽ വാളിൻ്റെ പ്രത്യേകത, സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, pectin and polysulfate esters. Then you cannot see flagellated structure throughout their life cycle, and the cells are connected by plasmodesmatal like pit like connections in this group. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. In angiospermous plants you can see their cells are interconnected via plasmodesmata, through plasmodesmata. Okay, that feature can also be seen in this algal group. So it is an advanced type of algae which resembles with angiospermous in many of their general features. Okay, then you can see their reproduction is advanced, sexual reproduction is advanced oogamous type, where the male reproductive structures are usually called as spermatangia and female reproductive structures are known as carpagonia. Inside that reproductive structure you can see spermatia, which is the male reproductive അല്ലെങ്കിൽ male gamete, or carpagoniatinathu എഗ്ഗും കാണാൻ പറ്റും. Then another important feature is that post fertilization changes are elaborate. What is post fertilization changes? The changes which happens after fertilization, or changes which is happening to the zygote, which is known as post fertilization changes. Usually zygote divides and form the thallus, but here you can see a series of changes that will occur to the zygote, and this zygote undergoes a series of changes to transform one or another type of another phase in the life cycle of this algae to form, and ultimately it will form the thallus. അപ്പോൾ എന്താ പറഞ്ഞത്? സൈഗോട്ട് സീരീസ് ഓഫ് ചേഞ്ചസിന് വിധേയമാകും. യൂഷ്വലി ഉള്ള ചേഞ്ചസിനേക്കാളും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. ദെൻ അൾട്ടിമേറ്റ്ലി അത് താലസ് ആയിട്ട് മാറും. ആൻഡ് യു ക്യാൻ സീ ഇപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, കുറേ ഫേസുകൾ വരും എന്ന് പറഞ്ഞില്ലേ. യൂഷ്വലി ഈ ആൽഗൽ ഗ്രൂപ്പിൽ 3 ഫേസുകൾ കാണാൻ പറ്റും. ട്രൈഫൈസിക് ആയിട്ടുള്ള കണ്ടീഷനാണ് കാണാൻ പറ്റുക. വൺ റെപ്രസെൻറ്റ്സ് ദെയർ ഗാമറ്റോഫൈറ്റ് അഥവാ താലസ്. ദെൻ ഇറ്റ് വിൽ ഫോം അനദർ ഫേസ് വിച്ച് ഇസ് കാർപ്പോസ്പോറോഫൈറ്റ്, ആൻഡ് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ടെട്രാസ്പോറോഫൈറ്റ്. ദിസ് 3 phases are independent. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഗാമറ്റോഫൈറ്റ് is independent, നെക്സ്റ്റ് കാർപ്പോസ്പോറോഫൈറ്റ് is independent, and ടെട്രാസ്പോറോഫൈറ്റ് is also independent. അപ്പോൾ ഈ കാർപ്പോസ്പോറോഫൈറ്റ് എന്താ, ടെട്രാസ്പോറോഫൈറ്റ് എന്താന്നൊക്കെ പോളിസൈഫോണിയ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കാം. നെക്സ്റ്റ് നമുക്ക് റോഡോഫൈസിയയിൽ പഠിക്കാനുള്ള ഒറ്റ മെമ്പറാണുള്ളത്. അത് പോളിസൈഫോണിയ എന്നാണ് അതിൻ്റെ പേര്. വാട്ട് ഈസ് പോളിസൈഫോണിയ? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്,
It consists of many siphons. താലസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്യൂബുകൾ കാണാൻ പറ്റുന്നത് കൊണ്ട് അതിനെയാണ് പോളിസൈഫോണിയ എന്നുള്ള പേര് ഇതിന് വരാൻ കാരണം. ഇറ്റ് കംസ് അണ്ടർ റോഡോഫൈറ്റ, ക്ലാസ് റോഡോഫൈസിയെ, ഓർഡർ സെറാമിയൽസ് ആൻഡ് ഫാമിലി റോഡിമിലേസിയെ. തെറ്റരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. About 150 species were recorded from the world. Out of this, many common Indian species are there. They are Polysiphonia urceolata, Polysiphonia variegata, etc. And mostly they are lithophytes attached to the rock by means of their attachment structure. Mostly they are rock. Some semi parasitic members are also there. Ascophyllum എന്ന് പറയുന്നത്, പോളിസൈഫോണിയ ആസ്കോഫില്ലം എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റിന് എക്സാമ്പിളാണ്. അപ്പം ഇത്രയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ജനറലായിട്ട് പറയാനുള്ളത്. ഇതെന്താണ്? മറൈനായിട്ടുള്ള കണ്ടീഷനാണ്. മറൈനായിട്ടുള്ള കണ്ടീഷനിലാണ് ജീവിക്കുക. കോറലൈൻ റീഫ്സിലൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. വളരെ ഒരു ഓർണമെൻ്റൽ അപ്പിയറൻസ് കൊടുക്കുന്നത് കോറൽ റീഫ്സിന് കൊടുക്കുന്നത് ഈ റോഡോഫൈസിയൻ മെമ്പേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി കമ്മിങ് ടു ദ താലസ് സ്ട്രക്ചർ. വാട്ട് ഈസ് എ താലസ്? ഇഫ് യു ക്യാൻ നോട്ട് ഡിഫറൻഷിയേറ്റ് the body into true root stem leaf, then you will call it as thallus. So here, what is the peculiarity of the thallus? Thallus will look like this. It's a branched structure which is attached to the rock by means of its rhizoids. So the thallus is differentiated into two parts. A prostrate system is there and an erect system is there. ക്രീപ്പിംഗ് സിസ്റ്റം ഉണ്ട്, മുകളിലേക്കുള്ള ഒരു ഇറക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ക്രീപ്പിംഗ് സിസ്റ്റമാണ് ഈ താഴെ ഞാൻ വരച്ചിട്ടുള്ളത്. ഇറ്റ് ക്രീപ്സ് ഓവർ ദി സബ്സ്ട്രേറ്റം ആൻഡ് അറ്റാച്ചസ് ടു ദ സബ്സ്ട്രേറ്റം ബൈ മീൻസ് ഓഫ് rhizoids. Okay, this creeping system will produce aerial branches or erect branches, and these branches again divides laterally, അല്ലേ? മൾട്ടി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. ദിസ് റെപ്രസെൻറ്റ്സ് എ ഇറക്റ്റ് സിസ്റ്റം. സോ ദ ബോഡി ക്യാൻ ബി കോൾഡ് ആസ് ഹെറ്റിറോട്രിക്കസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പ്രോസ്ട്രേറ്റ് ആൻഡ് ഇറക്റ്റ് സിസ്റ്റം. രണ്ട് സിസ്റ്റമുള്ള ഈ ഒരു ഗ്രൂപ്പിനെയാണ് ഹെറ്റിറോട്രിക്കസ് ആയിട്ടുള്ള താലസ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഹെറ്റിറോട്രിക്കസിൽ പ്രോസ്ട്രേറ്റ് ഉണ്ട്, ഇറക്റ്റ് സിസ്റ്റം ഉണ്ട്. പ്രോസ്ട്രേറ്റ് സിസ്റ്റം produces some structures which are meant for their attachment and are known as rhizoids. Then erect system will ends in two branches. One branch is having the potential to divide, to grow indefinitely. അങ്ങനെയുള്ള ബ്രാഞ്ചിന് അഥവാ പിന്നെ ഗ്രോത്ത് പ്രൊസീഡ് ചെയ്തുകൊണ്ട് തന്നെ പോവും, ഒരിക്കലും സീസ് ആവില്ല, സ്റ്റോപ്പ് ചെയ്യില്ല. അങ്ങനെയുള്ള ബ്രാഞ്ചിനെ ലോങ് ബ്രാഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലോങ് ബ്രാഞ്ചസിന്റെ പ്രത്യേകത, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് പോളിസൈഫൺസ്. മെനി സൈഫൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ലോങ് ബ്രാഞ്ചസ്. ബട്ട് വെൻ ഇറ്റ് മാറ്റേഴ്സ് ദ ഷോർട്ട് ബ്രാഞ്ചസ് ഓർ branches which will cease their growth after a particular period, they are known as short branches or short laterals or trichoblast. Reproductive structures are produced just below this trichoblast or short laterals. Okay, long branches ilalla reproductive structures produce cheya, short branches ilirikkum. appo itrayana namukku thallus-ine kurichittu parayanuള്ളത്. And you can see സെല്ലിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ സെല്ലിന് എന്തൊക്കെ ഉണ്ടാവും? സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ദെൻ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സെല്ലിനകത്ത് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആൻഡ് ദെയർ പ്രിൻസിപ്പൽ കോമ്പൗണ്ട്സിനെ, ആക്സസറി പിഗ്മെൻസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എന്തുണ്ട്? പിഗ്മെൻറ്റ് സിസ്റ്റം, ക്രോമറ്റോഫോഴ്സ് ഉണ്ടായിരിക്കും. ദെൻ സെൽസ് ആർ ഇൻ്റർ കണക്റ്റഡ് ബൈ പിറ്റ് കണക്ഷൻസും കാണാൻ പറ്റും. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദെയർ റീപ്രൊഡക്ഷൻ. ദേ റീപ്രൊഡ്യൂസ് ബൈ മീൻസ് ഓഫ് വെജിറ്റേറ്റീവ്, അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ മെത്തേഡ്സ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മീൻസ് ഓഫ് ഗാമറ്റോഫൈറ്റ്, കാർപ്പോസ്പോറോഫൈറ്റ് ആൻഡ് ടെട്രാസ്പോറോഫൈറ്റ്. ഇതിലൊരു കാര്യം മാത്രം ഇപ്പോൾ ഓർത്തു വെക്കുക. ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. കാർപ്പോസ്പോറോഫൈറ്റ് ആൻഡ് ടെട്രാസ്പോറോഫൈറ്റ് ബോത്ത് ആർ ഡിപ്ലോയിഡ്. അപ്പോൾ എന്താണ് ഇത് എന്നുള്ളത്
ആ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് പറഞ്ഞതിന് ശേഷം ഇതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. സൈഗോട്ട് അണ്ടർഗോസ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ടു ഫോം എ ഡിപ്ലോയിഡ് സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് കാർപ്പോസ്പോറോഫൈറ്റ്. This carposporophyte undergoes a series of changes to form tetrasporophyte. So സൈഗോട്ടിൽ നിന്നുണ്ടായിട്ടുള്ള രണ്ട് സ്ട്രക്ചറാണ് ഈ രണ്ടെണ്ണം. അതുകൊണ്ടാണ് സൈഗോട്ടിൻ്റെ സെയിം 2n ഇതിന് വരാൻ കാരണം. പക്ഷേ ഗ്യാമറ്റോഫൈറ്റോ, ഗ്യാമറ്റോഫൈറ്റ് n ആണ് അല്ലേ. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് n ആണ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ ലൈഫ് സൈക്കിൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. Then coming to the sexual reproduction, it is a type of advanced oogamy where the male reproductive structures are produced inside a sac-like structure which is known as spermatangium. അഥവാ a sac which encloses spermatia or male reproductive structure. മെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമേറ്റ് അതിനെ എൻക്ലോസ് ചെയ്യുന്ന ആ സാക്കിനെയാണ് സ്പെർമറ്റാഞ്ചിയം എന്ന് പറയുന്നത്. ആൻഡ് എഗ്ഗിനെ എൻക്ലോസ് ചെയ്യുന്ന സാക്കിനെ കാർപ്പഗോണിയം എന്നും പറയുന്നു. ഇപ്പോൾ സ്പെർമറ്റാഞ്ചിയവും കാർപ്പഗോണിയമാണ് ഉള്ളത്. സ്പെർമറ്റാഞ്ചിയത്തിൽ നിന്നും സ്പെർമേഷ്യ ഉണ്ടാവും, കാർപ്പഗോണിയത്തിൽ നിന്നും എഗ്ഗും ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മെയിൽ സെക്സ് ഓർഗൻസ്. ഞാൻ പറഞ്ഞു മെയിൽ സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ബിലോ ദി ട്രൈക്കോബ്ലാസ്റ്റ് അഥവാ ഷോർട്ട് ലാറ്ററൽസിൻ്റെ ജസ്റ്റ് താഴെയായിട്ടാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് this is the structure of male reproductive structure. This red colored one represents the spermatangium, where inside this spermatangium you can see spermatia. This is the trichoblast, and spermatangium which is attached to the main branch by means of a short stalk. ഒരു ഷോർട്ട് സ്റ്റോക്ക് ഉണ്ടാകും. ആൻഡ് ദിസ് വിൽ റെപ്രസെൻറ്റ്സ് ദ മെയിൻ ബ്രാഞ്ച്. മെയിൻ ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ ഷോർട്ട് ലാറ്ററൽ ബ്രാഞ്ചസിൻ്റെ താഴെ നിന്നാണ് നമ്മുടെ സ്പെർമറ്റാഞ്ചിയം അറൈസ് ചെയ്യുന്നത്. വെൻ യു ടേക്ക് എ സെക്ഷൻ ഓഫ് ദിസ് പാർട്ട് ദെൻ ദ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് വിൽ ബി ലൈക്ക് ദിസ്. ഈ ബ്രാഞ്ചിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി എ സെൻട്രൽ സൈഫൺ. മിനി ട്യൂബ്സ് കൊണ്ടാണ് പോളിസൈഫോണി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഇതിലുള്ള ഈ റെഡ് കളർ ഒരു ട്യൂബാണ്, വേറെ ട്യൂബാണ്, അങ്ങനെ ഒരുപാട് ട്യൂബ്സുകൾ കൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലെ സെൻട്രലിലുള്ള ട്യൂബ് ആയത് കാരണം ഇതിനെ സെൻട്രൽ സൈഫൺ എന്നാണ് അറിയപ്പെടുന്നത്. ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ അഥവാ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ദിസ് സെൻട്രൽ സൈഫൺ ഗീവ്സ് ലാറ്ററൽ സൈഫൺസ്. ആ ലാറ്ററൽ സൈഫൺസിനെ പെരി സെൻട്രൽ സൈഫൺ എന്നാ പറയാം. ഇവിടെ ഈ ഒരു റോലും അടയാളപ്പെടുത്തിയിട്ടുള്ളത് പെരി സെൻട്രൽ സൈഫൺസ് ആണ്. അറ്റ് ദെയർ ടെർമിനേറ്റിംഗ് എൻഡ് അല്ലെങ്കിൽ ദേ ടെർമിനേറ്റ് ഇൻ സ്പെർമറ്റാഞ്ചിയ. സ്പെർമറ്റാഞ്ചിയ ഈ പെരി സെൻട്രൽ സൈഫണിൻ്റെ ടിപ്പിലായിട്ടാണ് കാണപ്പെടുക. രണ്ട് സൈഡിലും വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്? ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ്, ഇപ്പോൾ സ്ട്രക്ചർ പറഞ്ഞു, വെൻ ദേ ഡെവലപ്പ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, സെൻട്രൽ സൈഫൺ എന്തായിരുന്നു പ്രൊഡ്യൂസസ് ലാറ്ററൽ siphons, they are known as pericentral siphon, gives out lateral branches തന്നെ പറയാം. അതാണ് pericentral siphon എന്ന് പറയുന്നത്. This pericentral siphon at their tip bears spermatangium. അതിനകത്താണ് സ്പെർമേഷ്യ ഉണ്ടാവുക. സ്പെർമേഷ്യ എന്ന് പറയുന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫീമെയിൽ സെക്സ് ഓർഗൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ട്രൈക്കോബ്ലാസ്റ്റിൻ്റെ താഴെയായിട്ട് തന്നെയാണ്. ഫീമെയിൽ ബ്രാഞ്ചസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന് ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അഥവാ ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഹാവിങ് എ സോളൻ ബേസ് ആൻഡ് എ നിലോങ്ങേറ്റഡ് പോർഷൻ വിച്ച് ഇസ് നോൺ ആസ് ട്രൈക്കോഗെയിൻ. ട്രൈക്കോഗെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു സൊല്ലൻ ബേസും ഉണ്ട്. ആ സൊല്ലൻ ബേസിലാണ് എഗ്ഗ് അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാവുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഗ്യാമേറ്റ് ഉണ്ടാവുക. ഇനി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സെൽസ് ഉണ്ട്, അതിനെയാണ് സപ്പോർട്ടിംഗ് ഫിലമെന്റ്സ് എന്ന് അറിയപ്പെടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഓക്കെ, ഇതൊരു ബ്രാഞ്ചിൽ നിന്ന് വന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് സ്പെർമറ്റാഞ്ചിയയിലുള്ള കണ്ടന്റുകൾ മെറ്റാമോർഫോസ് ചെയ്തിട്ട് സ്പെർമേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്യാമേറ്റ് ആയിട്ട് മാറും. എന്താണ് ഈ ഗ്യാമേറ്റിൻ്റെ പ്രത്യേകത? ദേ ആർ നോൺ മോട്ടൈൽ. സോ വെൻ ദേ ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദിസ് സ്പെർമറ്റാഞ്ചിയ, ഇറ്റ് മേ ക്യാരീഡ് ബൈ water currents to the immediate vicinity of, to the near places of കാർപ്പഗോണിയ. കാർപ്പഗോണിയത്തിൻ്റെ അടുത്തേക്കെത്തും, വേർ ട്രൈക്കോഗെയിനുമായിട്ട് അറ്റാച്ച് ചെയ്യും സ്പെർമേഷ്യ. ട്രൈക്കോഗെയിനിലൂടെ
എഗ്ഗുമായിട്ട് ട്രൈക്കോഗൈനിൽ അറ്റാച്ച് ചെയ്ത് വാൾ ഡിസോൾവ് ചെയ്ത് ന്യൂക്ലിയസ് എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യും, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഇത്രയാണ് നമുക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസിനെ കുറിച്ച് പറയാം. ഫെർട്ടിലൈസേഷൻ എങ്ങനെ നടക്കുന്നത്? സ്പെർമേഷ്യ ട്രൈക്കോഗൈനിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ വാൾ ഡിസോൾവ് ചെയ്യും, ദെൻ ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കേഴ്സ്. ന്യൂക്ലിയർ ഫ്യൂഷന് ശേഷം ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഓക്കെ, ഡിപ്ലോയിഡ് സൈഗോട്ട് എന്ന് പറയുന്നത് 2n ആണ്. Then this zygote undergoes a series of changes, and this is very elaborate in the case of Polysiphonia, and this changes, series of events occurs ആർക്ക്? സൈഗോട്ടിന് ഒക്കർ ചെയ്യുന്ന ഈ സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് അഥവാ ചേഞ്ചസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. പോസ്റ്റ് മീൻസ് ആഫ്റ്റർ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷനെയാണ് എന്ത് പറയുന്നത്? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർപ്പഗോണിയത്തിന് സംഭവിക്കുന്ന ഒരുപാട് സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കാർപ്പഗോണിയം എന്ന് പറയുന്ന സ്ട്രക്ചർ, ദിസ് ഇസ് ദ കാർപ്പഗോണിയം. ആ കാർപ്പഗോണിയത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സെല്ല് ഞാൻ ഇതിനെ വേറൊരു പിക്ചറിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി പറയാനുണ്ട്, അതിൽ ഞാൻ ചിത്രം വരച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് മാത്രം. കാർപ്പഗോണിയത്തിൻ്റെ തൊട്ട് താഴെയുള്ള സെൽസിനെ ഓക്സിലറി സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓക്സിലറി സെൽസും കാർപ്പഗോണിയവും തമ്മിൽ ഒരു ട്യൂബുലാർ കണക്ഷൻ വരും. ഒരു ട്യൂബ് വെച്ചിട്ട് ഒരു കണക്ഷൻ വരും, അതൊക്കെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാം. കണക്ഷൻ വിത്ത് കാർപ്പഗോണിയം ആര്? ഓക്സിലറി സെൽസ്. ഇനി ഈ സമയത്ത് തന്നെ കാർപ്പഗോണിയത്തിനകത്തുള്ള ഡിപ്ലോയിഡ് സൈഗോട്ട്, ആ സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി 2 ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആരൊക്കെ? ട്യൂബുലാർ കണക്ഷൻ വന്നു, ഇവർ രണ്ടുപേരും ഇതിലുള്ള ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഓക്സിലറി സെല്ലും ഇതും കണക്റ്റഡ് ആയി. ഈ സമയത്ത് ഒരു ന്യൂക്ലിയസ്, കാർപ്പഗോണിയത്തിനകത്തുള്ള ഒരു ന്യൂക്ലിയസ് ആരിലേക്ക് വരും? ഓക്സിലറി സെല്ലിലേക്ക് വരും. ഓക്സിലറി സെല്ലിൻ്റെ പ്രത്യേകത എന്താ? ഓക്സിലറി സെൽ ഈസ് ഹാപ്ലോയിഡ്. കാരണം ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്ന് ഉണ്ടായ സാധനമൊന്നുമല്ല ഓക്സിലറി സെൽ, അത് മുന്നേ ഉണ്ടായിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ അതിനകത്തുള്ള ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അത് ഞാൻ ചിത്രം വരച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇത്ര ഇപ്പം മനസ്സിലാക്കുക. നെക്സ്റ്റ് ചിത്രം വരച്ചിട്ട് നെക്സ്റ്റ് ചെയ്യാം.